പ്രിയമുള്ളവരെ, ഏവർക്കും ടെക്നിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ കേരള വാട്ടർ അതോറിറ്റി പരീക്ഷയ്ക്ക് ഇതുവരെയും പഠിച്ചു തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇനി പഠിച്ച് ആദ്യ റാങ്ക് നേടി ആദ്യത്തെ അഡ്വൈസിൽ തന്നെ ജോലി നേടാനായിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ പോസ്റ്റിന് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 4/2/2026 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക് ബിരുദധാരികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ മികച്ച ഒരു അവസരമാണ്. ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 166 അഡ്വൈസ് ആണ് നടന്നത്. റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും ആക്റ്റീവ് ആണ്. റാങ്ക് ലിസ്റ്റ് 15/9/2026 എൻഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല നമ്പർ ഓഫ് അഡ്വൈസ് നടക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഗൗരവമായിട്ട് തന്നെ തയ്യാറെടുക്കുക. അപ്പൊ ഇതിന്റെ സെലക്ഷൻ സ്റ്റേജസ് നോക്കുവാണെങ്കിൽ ഒരു OMR പരീക്ഷ 100 മാർക്കിന് OMR പരീക്ഷയിൽ ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം 20 മാർക്കിന്റെ ഇന്റർവ്യൂ. അപ്പൊ OMR പരീക്ഷന്റെ 100 മാർക്കും അതോടൊപ്പം തന്നെ ഇന്റർവ്യൂവിന്റെ 20 മാർക്കും ചേർത്ത് 120 മാർക്കിലാണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ, ഇതിന്റെ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ സിലബസിൽ ഏതൊക്കെ സബ്ജക്ട് ഉണ്ടെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതിന്റെ സിലബസിന്റെ ഓവർവ്യൂ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ടോപ്പിക് 25 മാർക്കിനുണ്ട്. അതോടൊപ്പം തന്നെ സിവിൽ എഞ്ചിനീയറിംഗിലെ ടോപ്പിക് 25 മാർക്കിനുണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗിലെ ടോപ്പിക് 25 മാർക്കിനുണ്ട്. ബാക്കിയുള്ള 25 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ആണ്. അതിലുള്ള 15 മാർക്ക് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിലാണ്. ദെൻ അടുത്ത 10 മാർക്ക് വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ്. അങ്ങനെ 100 മാർക്കിന്റെ OMR പരീക്ഷയാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ 100 മാർക്കിന്റെ OMR പരീക്ഷയിലെ സിലബസിന്റെ സബ്ജക്റ്റിന്റെ ഒരു ഓവർവ്യൂ ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പൊ നമ്മള് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷയ്ക്ക് ഗൗരവമായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ, നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്തുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ TechPSCയുടെ കോഴ്സ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിരവധി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കോഴ്സ് എടുത്തിട്ട് ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ച് ആദ്യ റാങ്ക് നേടണമെന്നുണ്ടെങ്കിൽ TechPSCയുടെ ഓൺലൈൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ അവിടെ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇതുവരെയും പ്രിപ്പയർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പഠിച്ച ആദ്യ റാങ്ക് നേടത്തക്ക രീതിയിലാണ് ഞാൻ ഈ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പഠനം ഫെബ്രുവരി 1 തുടങ്ങിയ ഫെബ്രുവരി 1 തൊട്ട് 4 വരെയുള്ള ദിവസം കൊണ്ട് നമ്മൾ സിവിലിലെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സബ്ജക്ട് കവർ ചെയ്താൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഷോർട്ട് നോട്ട് എഴുതി വെക്കണം. ഓരോ കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് നോട്ട് എഴുതി വെക്കണം. എന്തിനു വേണ്ടിയാണ്? ഫ്യൂച്ചർ റെഫറൻസിനാണ്. പരീക്ഷയുടെ തലേന്നൊക്കെ നമുക്ക് റിവിഷൻ ചെയ്യാൻ ഇത് വളരെ ഉപകാരപ്രദമാകും. അപ്പൊ അതിനുശേഷം നമ്മൾ ഫെബ്രുവരി 5 ഈ പഠിച്ച കാര്യങ്ങളുടെ ക്വിക്ക് റിവിഷനും വേണം. ആ റിവിഷനും കഴിഞ്ഞിട്ട് വേണം നമ്മൾ സ്മാർട്ട് നോട്ട് മേക്ക് ചെയ്യാൻ. സ്മാർട്ട് നോട്ട് വളരെ ചെറിയ നോട്ടായിരിക്കണം, നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം, നമുക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അപ്പൊ ആ രീതി സ്മാർട്ട് നോട്ട് മേക്ക് ചെയ്യുക. ഫെബ്രുവരി 6 അതിന്റെ ടോപ്പിക് ടെസ്റ്റും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഈ സബ്ജക്റ്റിന്റെ വെയിറ്റ് എത്രയാണ്? 4 മാർക്കാണുള്ളത്. പിന്നെ അടുത്തത് ഫെബ്രുവരി 7 തൊട്ട് 9 വരെയുള്ള ദിവസത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് 3 മാർക്കാണ് അതിന്റെ വെയിറ്റേജ്. അപ്പൊ അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം. ദെൻ ഫെബ്രുവരി 10 അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും നമ്മൾ മേക്ക് ചെയ്തിരിക്കണം. ഫെബ്രുവരി 11 അതിന്റെ ടോപ്പിക് ടെസ്റ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ ഫെബ്രുവരി 12 തൊട്ട് 16 വരെ കെമിക്കലിലെ പാർട്ടിക്കിൾ ടെക്നോളജി, അതിന് 5 മാർക്കാണ് വെയിറ്റേജ്. അപ്പൊ ഈ പാർട്ടിക്കിൾ ടെക്നോളജി സബ്ജക്ട് അത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്ട് ഒന്നും അല്ല, കുറച്ച് ഡ്രൈ ആണ്. തിയറി ഒക്കെ കൂടുതലുണ്ട്, പിന്നെ കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അത്യാവശ്യം സമയം എടുത്ത് തന്നെ പഠിക്കണം. അപ്പൊ ഞാൻ ഈ പറയുന്ന ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഫെബ്രുവരി 12 തൊട്ട് 16 വരെ ഉള്ള ദിവസം കൊണ്ട് പാർട്ടിക്കിൾ ടെക്നോളജിയുടെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം. ദെൻ 17ഉം 18ഉം ദിവസം കൊണ്ട് അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും മേക്ക് ചെയ്തിരിക്കണം. ദെൻ ഫെബ്രുവരി 19 അതിന്റെ ടോപ്പിക് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ ഫെബ്രുവരി 20 തൊട്ട് 23 വരെയുള്ള ദിവസത്തിൽ സിവിൽ എഞ്ചിനീയറിംഗിലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് 4 മാർക്കാണ് വെയിറ്റേജ്. അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം. ദെൻ ഫെബ്രുവരി 24, 25 കൊണ്ട് അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും മേക്ക് ചെയ്തിരിക്കണം.
ദെൻ ഫെബ്രുവരി 26-ന് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ ഫെബ്രുവരി 27 തൊട്ട് മാർച്ച് 2 വരെയുള്ള സമയം കൊണ്ട് മെക്കാനിക്കലിലെ മെറ്റീരിയൽസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് 4 മാർക്കാണ് വെയിറ്റേജ്. അപ്പൊ അത് കവർ ചെയ്യുക. ദെൻ മാർച്ച് 3ഉം 4ഉം കൊണ്ട് അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും കംപ്ലീറ്റ് ചെയ്യുക. ദെൻ മാർച്ച് 5-ന് അതിന്റെ ടോപ്പിക് ടെസ്റ്റും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ മാർച്ച് 6-നും 8-നും ഉള്ള സ്ലോട്ടില, മാർച്ച് 6 തൊട്ട് 8 വരെയുള്ള സ്ലോട്ടിലെ കെമിക്കലിലെ സ്റ്റോഷിയോമെട്രി 3 മാർക്കാണ് വെയിറ്റേജ്. അതിന്റെ സബ്ജക്ട് കവർ ചെയ്യുക. ദെൻ മാർച്ച് 9-ന് അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ മാർച്ച് 10-ന് അതിന്റെ ടോപ്പിക് ടെസ്റ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ അടുത്തത് മാർച്ച് 11 തൊട്ട് 14 വരെയുള്ള സ്ലോട്ടിൽ സിവിലിലെ സർവേയിങ് ആൻഡ് ലെവലിംഗ്, ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ 4 മാർക്കാണ് വെയിറ്റേജ്. അത് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ മാർച്ച് 15ഉം 16ഉം കൊണ്ട് അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും നമ്മൾ മേക്ക് ചെയ്യുക. ദെൻ മാർച്ച് 17 അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ മാർച്ച് 18 തൊട്ട് 23 വരെയുള്ള ദിവസത്തിൽ മെക്കാനിക്കലിലെ മെക്കാനിക്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് മെഷീനറി അത്യാവശ്യം പ്രോബ്ലമാറ്റിക് ആണ്, കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അതിന് 6 മാർക്കാണ് വെയിറ്റേജ്. അതിന്റെ സബ്ജക്ട് കവർ ചെയ്യുക. ദെൻ മാർച്ച് 24, 25 കൊണ്ട് അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും നമ്മൾ മേക്ക് ചെയ്യുക. മാർച്ച് 26-ന് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ ചെയ്യുക. ദെൻ മാർച്ച് 27, 29 കൊണ്ട്, മാർച്ച് 27 തൊട്ട് 29 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കെമിക്കലിലെ ഇൻസ്ട്രുമെന്റേഷൻ 3 മാർക്കാണ് വെയിറ്റേജ്. അതിന്റെ സബ്ജക്ട് കവർ ചെയ്യുക. ദെൻ മാർച്ച് 30-ന് അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. മാർച്ച് 31-ന് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത ഏപ്രിൽ 1 തൊട്ട് 3 വരെ സിവിലിലെ ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് 3 മാർക്കാണ് വെയിറ്റേജ്. അതിന്റെ സബ്ജക്ട് കവർ ചെയ്യുക. ഏപ്രിൽ 4-ന് ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിങ്ങും, ഏപ്രിൽ 5-ന് അതിന്റെ ടോപ്പിക് ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഏപ്രിൽ 6 തൊട്ട് 11 വരെ മെക്കാനിക്കലിലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ 6 മാർക്കാണ് വെയിറ്റേജ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്ട് ആണ്. അപ്പൊ അതിന്റെ സബ്ജക്ട് കവർ ചെയ്യുക. ദെൻ ഏപ്രിൽ 12 തൊട്ട് 13 വരെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ട് നമ്മൾ മേക്ക് ചെയ്തിരിക്കണം. ദെൻ ഏപ്രിൽ 14-ന് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ ഏപ്രിൽ 15 തൊട്ട് 17 വരെയുള്ള സ്ലോട്ടിൽ കെമിക്കലിലെ പ്രോസസ് കൺട്രോള് 3 മാർക്കാണ്. അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം. ദെൻ ഏപ്രിൽ 18-ന് ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും മേക്ക് ചെയ്തിരിക്കണം. ദെൻ ഏപ്രിൽ 19-ന് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ ഏപ്രിൽ 20 തൊട്ട് 24 വരെയുള്ള സ്ലോട്ടിൽ സിവിലിലെ ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് അത്യാവശ്യം പ്രോബ്ലമാറ്റിക് ആണ്. 4 മാർക്കാണ് വെയിറ്റേജ്. അതിന്റെ സബ്ജക്ട് കവർ ചെയ്യുക. ദെൻ ഏപ്രിൽ 25, 26 കൊണ്ട് അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും മേക്ക് ചെയ്യുക. ദെൻ ഏപ്രിൽ 27-ന് അതിന്റെ ടോപ്പിക് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഏപ്രിൽ 28 തൊട്ട് മെയ് 3 വരെയുള്ള സ്ലോട്ടിൽ മെക്കാനിക്കലിലെ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് 6 മാർക്കാണ്. സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്ട് ആണ്. അപ്പൊ അതിന്റെ സബ്ജക്ട് കവർ ചെയ്യുക. ദെൻ മെയ് 4 തൊട്ട് 5 വരെയുള്ള സ്ലോട്ടിൽ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും മേക്ക് ചെയ്യുക. ദെൻ മെയ് 6-ന് അതിന്റെ ടോപ്പിക് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്യുക. ദെൻ മെയ് 7 തൊട്ട് 14 വരെയുള്ള സ്ലോട്ടിൽ കെമിക്കലിലെ മാസ് ട്രാൻസ്ഫർ അത്യാവശ്യം ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. മാസ് ട്രാൻസ്ഫർ ഇത്തിരി മനസ്സിലാക്കാനൊക്കെ ഇത്തിരി ഒരു പാടാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കി ഡീപ്പായിട്ട് കൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കുക. 6 മാർക്കാണ് അതിന്റെ സബ്ജക്ട് വെയിറ്റേജ്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ മെയ് 15ഉം 16ഉം കൊണ്ട് അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും മേക്ക് ചെയ്യുക. മെയ് 17-ന് അതിന്റെ ടോപ്പിക് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്യുക. ദെൻ മെയ് 18 തൊട്ട് 21 വരെയുള്ള ദിവസം കൊണ്ട് നമ്മൾ സിവിലിലെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 4 മാർക്കാണ്. ജിയോ ടെക്നിക്കൽ പഠിക്കാൻ എളുപ്പമാണ്. അപ്പൊ അതിന്റെ സബ്ജക്ട് കവർ ചെയ്യുക. ദെൻ മെയ് 22 തൊട്ട് 23 വരെയുള്ള ദിവസം കൊണ്ട് അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും മേക്ക് ചെയ്യുക. മെയ് 24-ന് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ മെയ് 25 തൊട്ട് ജൂൺ 9 വരെയുള്ള സമയം കൊണ്ട് സ്പെഷ്യൽ ടോപ്പിക് ആണ്. അതിന്റെ വെയിറ്റേജ് 15 മാർക്കാണ്. ആ സ്പെഷ്യൽ ടോപ്പിക് സബ്ജക്ട് കവർ ചെയ്യുക. ദെൻ ജൂൺ 10ഉം 11ഉം കൊണ്ട് അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും മേക്ക് ചെയ്യുക. ദെൻ ജൂൺ 12-ന് അതിന്റെ ടോപ്പിക് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ജൂൺ 13 തൊട്ട് 18 വരെയുള്ള ദിവസം കൊണ്ട് കെമിക്കലിലെ പോളിമർ ടെക്നോളജി 6 മാർക്കാണ് വെയിറ്റേജ്. അതിന്റെ സബ്ജക്ട് കവർ ചെയ്യുക. പോളിമർ ടെക്നോളജി ഏത് ബ്രാഞ്ചുകാർക്കും പഠിക്കാൻ എളുപ്പമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അത്യാവശ്യം കെമിസ്ട്രിയിൽ ഒരു നോളജ് ഉണ്ടായിരുന്നാൽ മതി. അപ്പൊ അത് പഠിക്കാൻ പറ്റും. ജൂൺ 19 തൊട്ട് 20 വരെയുള്ള ദിവസത്തിൽ അതിന്റെ ക്വിക്ക് റിവിഷൻ നമ്മൾ ചെയ്യുക. സ്മാർട്ട് നോട്ട് മേക്ക് ചെയ്യുക. ജൂൺ 21 കൊണ്ട് അതിന്റെ ടോപ്പിക് ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുക.
ദെൻ ജൂൺ 22 തൊട്ട് 24 വരെയുള്ള ദിവസത്തിൽ സിവിൽ എഞ്ചിനീയറിംഗിലെ ചെറിയൊരു ടോപ്പിക് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് അർബൻ പ്ലാനിംഗ്. 2 മാർക്കാണ് വെയിറ്റേജ്, അത് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ജൂൺ 25 കൊണ്ട് അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും മേക്ക് ചെയ്യുക. ദെൻ ജൂൺ 26 അതിന്റെ ടോപ്പിക് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ജൂൺ 27 തൊട്ട് ജൂലൈ 6 വരെയുള്ള സമയത്ത് സ്പെഷ്യൽ ടോപ്പിക്കിലെ 10 മാർക്ക് വെയിറ്റേജ് ഉള്ള വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് സബ്ജക്ട് കവർ ചെയ്യുക. ജൂൺ 27 തൊട്ട് ജൂലൈ 6 വരെയുള്ള സ്ലോട്ടിൽ സ്പെഷ്യൽ ടോപ്പിക്കിലെ 10 മാർക്ക് വെയിറ്റേജ് ഉള്ള വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗിന്റെ സബ്ജക്ട് കവർ ചെയ്യുക. ജൂലൈ 7 തൊട്ട് 8 വരെയുള്ള സ്ലോട്ടിൽ അതിന്റെ ക്വിക്ക് റിവിഷനും സ്റ്റഡി നോട്ടും ഉണ്ടാക്കുക. ദെൻ ജൂലൈ 9 അതിന്റെ ടോപ്പിക് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയാകുമ്പോഴത്തേക്ക് ജൂലൈ 9 കൊണ്ട് നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ജൂലൈ 10 തൊട്ട് 20 വരെയുള്ള ദിവസത്തിലാണ് നമ്മുടെ ഫുൾ മൊഡ്യൂളുകളും നമ്മുടെ ഈ സ്മാർട്ട് നോട്ട് നോക്കി നമ്മൾ റിവിഷൻ ചെയ്യുക. അതിനുശേഷം ജൂലൈ 21 തൊട്ട് 31 വരെയുള്ള സ്ലോട്ടിൽ ഫുൾ സിലബസ് പ്രകാരമുള്ള അറ്റ്ലീസ്റ്റ് 20 മാതൃകാ പരീക്ഷകൾ ചെയ്യുക. അതിൽ നമുക്ക് 2 പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ചെയ്യാം. അപ്പൊ നമുക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വിളിച്ചതിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം 2022 നോട്ടിഫിക്കേഷന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അങ്ങനെ 2 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കുണ്ട്. ആ 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ടെസ്റ്റ് സീരീസ് ഏതെങ്കിലും വിശ്വസിക്കാവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നല്ല അധ്യാപകരുള്ള അത്യാവശ്യം എറർ ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് നിങ്ങൾ ചെയ്യുക. അപ്പൊ കോഴ്സ് എടുത്തവർക്ക് അവർ തന്നെ ടെസ്റ്റ് സീരീസ് തരുന്നുണ്ടാവും. കോഴ്സ് എടുക്കാത്ത ഉദ്യോഗാർത്ഥികൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് അവരുടെ ടെസ്റ്റ് സീരീസ് എങ്കിലും ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു വിശ്വസിക്കാവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടെസ്റ്റ് സീരീസ് വാങ്ങിക്കാം. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. കാര്യം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് വർക്ക്ഔട്ട് ചെയ്താലേ, അല്ലാതെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ സിലബസ് പ്രകാരം നടന്ന പരീക്ഷകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഒരു 20 ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഉണ്ടായിരുന്നെങ്കിൽ, ഈ സിലബസ് പ്രകാരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് എങ്കിലും ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എടുക്കുക. ചെറിയ പൈസയൊക്കെ ഉണ്ടാവത്തുള്ളൂ, പക്ഷെ നമുക്ക് വിശ്വസിക്കാവുന്ന എറർ ഫ്രീ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഈ ടെസ്റ്റ് സീരീസ് എഴുതണം. അപ്പൊ നിങ്ങൾ 20 മാതൃകാ പരീക്ഷകളെങ്കിലും മിനിമം എഴുതിയിരിക്കണം. 20 മാതൃകാ പരീക്ഷകൾ എഴുതി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് എവിടെയൊക്കെയാണ് തെറ്റുന്നത്, ഏതൊക്കെ ഏരിയാസ് ആണ് നമുക്ക് അറിയാത്തത്. നമുക്കറിയാം ഇത് പല സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കണം. മെക്കാനിക്കലാണെങ്കിൽ സിവിലും കെമിക്കലും പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കും ഒക്കെ പഠിക്കണം. അങ്ങനെ ഓരോ ബ്രാഞ്ചുകാർക്കും വേറെ സബ്ജക്റ്റുകൾ അല്ലെ, വേറെ ബ്രാഞ്ചുകാരുടെ സബ്ജക്റ്റും കൂടെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം? സ്മാർട്ടായിട്ട് തയ്യാറെടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആദ്യ റാങ്കിൽ എത്താൻ പറ്റുള്ളൂ. നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. 10-35,000 പേര് അപ്ലൈ ചെയ്യും അല്ലെ. 10-35,000 പേരെങ്കിലും മിനിമം അപ്ലൈ ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത്ര ഗൗരവമായിട്ട് പ്രിപ്പയർ ചെയ്യുക. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞാൽ. സമൂഹത്തിൽ നല്ല അംഗീകാരം കിട്ടുന്ന നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റാണ്. പക്ഷെ അത്യാവശ്യം വർക്ക് പ്രഷർ ഉണ്ട്. അത് ഞാൻ ആദ്യമേ പറയാം. നല്ല വർക്ക് പ്രഷർ ഉണ്ടാകും. പക്ഷെ നമുക്ക് എന്താണ്, നല്ലൊരു ജോലിയാണിത്. അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി ഗൗരവമായിട്ട് തയ്യാറെടുക്കാനായിട്ട് നോക്കുക. ദെൻ അപ്പൊ നമ്മൾ ടെസ്റ്റ് സീരീസ് ഫുൾ സിലബസ് പ്രകാരമുള്ള 20 ടെസ്റ്റ് സീരീസ് നമ്മൾ എഴുതി, നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി, പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്തു. അതിന് എന്ത് ചെയ്യണം? ബാക്കിയുള്ള ദിവസം കൊണ്ട് അതിന്റെ ഗ്യാപ്പ് കറക്റ്റ് ചെയ്യണം. അപ്പൊ എന്താണ്, നമ്മൾ ഓഗസ്റ്റ് 1 തൊട്ട് 10 വരെയുള്ള ദിവസം കൊണ്ട് നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഒരു ഫൈനൽ ലാപ്പ് റിവിഷൻ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അപ്പൊ നമുക്കറിയാം കേരള PSC തന്നിരിക്കുന്ന സ്ലോട്ട് എന്നാണ്, സെപ്റ്റംബർ തൊട്ടാണ് ഇതിന്റെ എക്സാം സ്ലോട്ട് തന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഓഗസ്റ്റ് 10 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ സിലബസും റിവിഷൻ ചെയ്തിരിക്കുമായിരിക്കും. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഫൈനൽ സിലബസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ആ ഫൈനൽ സിലബസ് അതിന് മുമ്പേ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റഡി പ്ലാൻ അതനുസരിച്ച് മോഡിഫൈ ചെയ്തോണം കേട്ടോ. അപ്പൊ അങ്ങനെ ഫൈനൽ സിലബസിലൊക്കെ ചേഞ്ച് ഒക്കെ ഉള്ളപ്പോൾ ഞാൻ സ്റ്റഡി പ്ലാൻ മോഡിഫൈ ചെയ്ത് ഉള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ആ കറക്റ്റ് ആയിട്ട് സ്റ്റഡി പ്ലാൻ മോഡിഫൈ ചെയ്ത് അത് കൃത്യമായിട്ട് നിങ്ങൾ ആ സിലബസിലുള്ള ചേഞ്ചസ് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഞാൻ ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഇനി സിലബസിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ നമ്മൾ സ്റ്റഡി പ്ലാൻ അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്തോണം. അപ്പൊ അതെല്ലാം ചെയ്ത് കൃത്യമായിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് മുമ്പേ തന്നെ, നമ്മുടെ പരീക്ഷയ്ക്ക് ഏതാണ്ട് ഒരു 20 ദിവസം മുമ്പേ തന്നെ നമ്മളെല്ലാം കവർ ചെയ്തിരുന്നിട്ട് ഒരു ഫൈനൽ ലാപ്പ് റിവിഷനും കൂടെ നമ്മൾ ചെയ്ത് അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഒന്നുകൂടെ എല്ലാം റിവിഷൻ ചെയ്ത് നന്നായിട്ട് പരീക്ഷകൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ അഡ്വൈസിൽ തന്നെ ജോലി കിട്ടും. അത് തീർച്ചയാണ്. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം മാനേജ് ചെയ്യാനായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് നിങ്ങൾ തയ്യാറെടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലി എളുപ്പത്തിൽ തന്നെ
നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് 2027 തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി പ്രവേശിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഇതെല്ലാം ഫോളോ ചെയ്യുക, നന്നായിട്ട് തയ്യാറെടുക്കുക. നിങ്ങൾ നല്ല കോമ്പറ്റീഷൻ ഉണ്ടാകും. അപ്പൊ അതിലെല്ലാം നിങ്ങൾ കോമ്പറ്റീഷനിലെല്ലാം മുന്നിലെത്തി ആദ്യ റാങ്കിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഏവർക്കും വിജയാശംസകൾ. താങ്ക്